വിത്ത് മുളപ്പിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മുന്നേ ഒരു ചെടി നട്ടിരുന്ന ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇത് നല്ല വെയിലത്താണ് വെച്ചിരുന്നത്. ആ വെയിലത്ത് വെച്ചത് തന്നെ ഇതിലെ അണുക്കളുടെ സാന്നിധ്യം, അതായത് പ്രാണികളൊന്നും ഇതിൽ തീരെ ഉണ്ടാവില്ല. കാരണം ഇത് ഹാർഡാണ്, കണ്ടില്ലേ, വളരെ ഹാർഡായിട്ടുള്ള മണ്ണ്. ഞാൻ ഇത് എന്തിനാ അറിയുമോ, വിത്ത് മുളപ്പിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മണ്ണുണ്ട്, പോട്ടിംഗ് മിക്സും നമ്മളെ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പും മണ്ണാക്കും ഇട്ട് മണ്ണും കൂടി ഇട്ടിട്ട് ചെടി നട്ടതാണ്. ആ ചെടി വെയിലത്തിരുന്ന് ചെറിയ തൂക്ക് ചെടിയായിരുന്നു, കരിഞ്ഞു പോയി. അപ്പോൾ ആ ചെടി ഞാൻ എടുത്ത് ഒഴിവാക്കി. ഇപ്പോൾ ഇതിലും ചാണകപ്പൊടിയല്ല, കമ്പോസ്റ്റും എല്ലുപൊടി സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഇതിൻ്റെ മേലെ കുറച്ച് സാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുക. വളരെ കുറച്ച് സാൻഡ് ഇതിൻ്റെ മേലെ ഞാൻ വെതറി. ഈ സാൻഡ് വെതറിയതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇപ്പോൾ സീഡ് എടുക്കണം. സീഡ് എടുത്തിട്ട് ആ സീഡ് പല സ്ഥലത്തായിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. വിത്തിട്ട് കൊടുക്കും. ഈ വിത്തിൻ്റെ മേലെ മണൽ ചെറുതായിട്ട് വിതറി കൊടുക്കുക. ഒന്ന് വിത്ത് മൂടുന്ന തരത്തിലൊരു മണലിട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നനയ്ക്കുകയാണെന്ന്. ഞാൻ വിത്തിട്ടു, വിത്തിൻ്റെ മേലെ മണൽ വിതറി കൊടുത്തു, എന്നിട്ട് നനച്ചതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇങ്ങനത്തെ കിട്ടും, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ. ഇത് ചെയ്യേണ്ടത് ക്യാമറയിലേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇതിൻ്റെ വായ ഭാഗം ഒന്ന് മൂടി വയ്ക്കുക. ഇത്രയും മൂടിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇടണം, അല്ലെങ്കിൽ കെട്ടി വെക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലും നേരത്തെ പറഞ്ഞ ഹ്യൂമിഡിറ്റി ചേമ്പർ പോലത്തെ പിന്നെ പെസ്റ്റുകളൊന്നും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല വിത്തിന് കേട്ടോ. വിത്തിൻ്റെ പൾപ്പ് തിന്നാനായിട്ട്, നനവ് കിട്ടിയ വിത്ത് വീർക്കാൻ തുടങ്ങുമ്പോൾ അതിന് പൾപ്പ് തിന്നാനായിട്ട് ജീവികൾ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ അടച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലൊക്കെ ഈർപ്പത്തിൻ്റെ അംശം കാണാം. പിറ്റേ ദിവസം തുറക്കുക, അതേപോലെ വെള്ളം ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുക്കുക. ഒരു ദിവസം കൂടി ഇങ്ങനെ എയർ ടൈറ്റ്, ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. വേഗത്തിൽ മുള പൊട്ടി വരും. ഈ മുള പൊട്ടി വന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് ഹാർഡാണ്, ഇതിൻ്റെ അടിയത്തെ മണ്ണ് ഹാർഡാണ്. പക്ഷേ ഈ ചെടിക്ക് വളരാനുള്ള ആഹാരം ആ ചെടിയുടെ ബീജപത്രികളിൽ തന്നെ ഉള്ളത് കൊണ്ട് ഏകദേശം ഒരു 15 മുതൽ 1 മാസം വരെ ആ ചെടി അത് വെച്ച് വളർന്നോളും. അപ്പോഴേക്കും നിങ്ങൾ ഹാർഡായ മണ്ണാണ്ടിൽ ആ ഹാർഡായ മണ്ണിലേക്ക് വേരിങ്ങനെ പിടിച്ച് നിൽക്കുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഇത് മെല്ലെ പറിച്ചെടുത്ത്, ആ വേരും ചെറുപ്പൊടി മണ്ണുണ്ട് അതോടുകൂടി പറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടാം. ഇതാണ് ചെയ്യാവുന്ന മറ്റൊരു മാർഗം. അപ്പോൾ ഈ 2 മാർഗവും നിങ്ങൾക്ക് പറഞ്ഞു തന്നു.